ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവടിസിറ്റുവലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ കമ്മലുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. കുറേ കമ്മലുണ്ട്, അപ്പോൾ അതൊക്കെ ആ പെട്ടീൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുകയാണ്. നിലത്താണെങ്കിൽ ഫുള്ള് അലങ്കോലായി കിടക്കുന്നുണ്ട്. മാലയും വാളയും എല്ലാം കൂടി അലങ്കോലായിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ റൂം കാണിച്ചു തരാം. മറ്റേ റൂമിൽ ഇതേ അവസ്ഥ തന്നെയാണ്. ഇവിടെ എന്താ പറയുക, കട്ടിലാണ് സംഭവങ്ങളൊക്കെ വെച്ചത്. കുറേ ഉണ്ട്, വളകളൊക്കെ അങ്ങനെ പരത്തിയിട്ടതാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ഈ ഷെൽഫിലാട്ടോ നമ്മളെല്ലാം വെക്കുന്നത്. ഷെൽഫ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. ഞാൻ ഇപ്പോൾ കമ്മലുകളൊക്കെ ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിലാണ് നമ്മൾ ജിമിക്കൊക്കെ വെക്കുന്നത്. മറ്റേൽ സാധാ കമ്മലുകളൊക്കെയാണ് വെക്കുന്നത്. ഇനി വളകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് മുമ്പേ ഞാൻ ഈ വളേൻ്റെ ഈ പെട്ടി വാങ്ങുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പെട്ടി വാങ്ങുന്നതല്ല, ഈ സംഭവം നമ്മൾ അറേഞ്ച് ചെയ്തെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഇതേപോലത്തെ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളകളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നിൽ കുപ്പി വളകളും മറ്റേൽ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ തിളങ്ങുന്ന വളകളൊക്കെ ആക്കിയാണ് വെച്ചത്. ഈ ബാഗിൽ നമ്മൾ വെച്ചത് അങ്ങനെ പ്ലാസ്റ്റിക് പൂവുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണ് കേട്ടോ ഇതിൽ വെച്ചത്. ഇനി നമുക്ക് ഈ ബാഗ് നോക്കാം. ഈ ബാഗിൽ മുടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഈ പെട്ടിയിലാണെങ്കിൽ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. മാല, വള, അങ്ങനത്തെ കുറേ ഓർണമെൻറ്റ്സ് ആണ് വെച്ചത്. ഇതെന്താ അറിയോ ഗായ്സ്, നമ്മൾ ഡാൻസിന് ഉപയോഗിക്കുന്ന വടിയാണ് തലയിൽ വെക്കുന്നത്. അത് നമ്മളിത് അവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വളകളൊക്കെ നമ്മൾ ഈ പെട്ടിയിലാണ് എടുത്ത് വെച്ചത്. അടുത്ത പെട്ടിയിൽ നമ്മൾ കുറേ പൊട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പെട്ടിയിൽ നമ്മൾ പൊട്ടാണ് വെച്ചത്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മൾ വളകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരോ സാധനമാക്കിയിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇതിലെന്ന് പറയുന്നത് നമ്മൾ കാലിലിടുന്ന പാദസരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഹിപ്പ് ചെയിനും ഉണ്ട് കേട്ടോ. ഹിപ്പ് ചെയിന് മാട്ടി, ഇത് ഹിപ്പ് ചെയിനാണ്. പിന്നെ അതിലുള്ളത് മാട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് എടുത്ത് വെച്ചത്. ഇതാണ് ഗൈസ് നമ്മളെ കുഞ്ചലം, തലയിൽ ഡാൻസിന് വെക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു പെട്ടിയിലാണ് എടുത്ത് വെച്ചത്. ഇതാണ് ഗൈസ് സംഭവം. ഇങ്ങനെയാണ് ഉണ്ടാവുക. പുതിയതാട്ടോ, പുതിയ വാങ്ങിയതാണ്. ഈ പെട്ടിയിൽ എൻ്റെ കമ്മലുകളാണ്. ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചോണ്ടൊന്നുമില്ല, ആ സംഭവമാണിത്. എല്ലാം പേരാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എൻ്റെ ഒരു 2-3 മാലകളൊക്കെ ആക്കി വെച്ചതാണ്. ഇതിൽ വളകൾ കഴിഞ്ഞില്ല ഗൈസ്. ഈ പെട്ടിയിലും വളയാണ്. പിന്നെ ഒരു കവറിലും ഉണ്ട്. ഈ കവറിൽ ഫുള്ള് വളകളാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതിലും വളകളാണ്. കുറേ വളകളുണ്ട്, വളകൾ കഴിയുന്നില്ല. അങ്ങനെ കുറേയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറേ ക്ലിപ്പുകളും റിബണല്ല, തലേ കുത്തുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതിൽ ഫുള്ള് ക്ലിപ്പാണ്, മറ്റേ റിബണാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ പണ്ട് തൊട്ടുള്ള മുത്തുമാലകളൊക്കെയാണ്. പിന്നെ ഈ വലിയ പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മാലകളാണ് ഗൈസ്. ഞാൻ ഇടുന്ന ഫുള്ള് മാല. ഇതൊക്കെ പുതിയതാണ്, ചിലവ് യൂസ് ചെയ്തില്ല. അങ്ങനെ കുറേ ഇടുന്ന മാലകളൊക്കെയാണ്. പിന്നെ കഴിഞ്ഞില്ല വേറൊരു പെട്ടിയിൽ. ഈ പെട്ടിയിൽ എന്ന് പറയുന്നത് നമ്മളെ താമരമാല, ട്രെൻഡിങ് ആയ താമരമാലയാണ്. അത് പിന്നെ വേറെ മാലകളൊക്കെ ഉണ്ട്. ഈ പെട്ടി നേരത്തെ കാണിച്ച പെട്ടിയല്ല ഗൈസ്, വേറെ പെട്ടി. ഇതിലും മാലകളാണ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളിതാ ഫുള്ള് അറേഞ്ച് ചെയ്ത് വെച്ചു. മേലെ ഇങ്ങനെയാണ് വെച്ചത്. താഴെ വളകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കമ്മൽ ഒക്കെയാണ് വെച്ചത്. ഇത് നമ്മളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇനി വേറെ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.